വയനാട്ടിലെ ദുരന്തഭൂമിയുടെ അതിജീവനത്തിന് പണം തടസ്സമാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. ഉരുൾ കവർന്ന ചൂരൽമലയിൽ സന്ദർശനം നടത്തിയ ശേഷം കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ഉറപ്പ് നൽകിയത്. നാശനഷ്ടങ്ങൾ കണക്കാക്കി വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം തുടങ്ങിയ മേഖലകളിൽ ആകാശ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി വെള്ളാർമല സ്കൂളിലും ബെയിലി പാലത്തിലുമെത്തി. ക്യാമ്പിലും ആശുപത്രിയിലുമെത്തി ദുരന്തബാധിതരെ നരേന്ദ്രമോദി ആശ്വസിപ്പിച്ചു. जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी. ദുരന്തം തൂത്തെറിഞ്ഞ വയനാടിന്റെ മണ്ണിനെ വീണ്ടെടുക്കാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജമേകുന്നതായി പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ. കേന്ദ്രം ദുരിതബാധിതർക്ക് ഒപ്പമാണ്. അവർ ഒറ്റയ്ക്കല്ല. സഹായത്തിന് പണം തടസ്സമാകില്ല. പുനരധിവാസത്തിനുൾപ്പെടെ സഹായമുണ്ടാകും. കേരളം വിശദമായ കണക്കുകളുമായി നിവേദനം കൈമാറണമെന്നും വയനാട് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി. ऐसे संकट के समय जब हम साथ मिलकर के काम करते हैं तो कितना उत्तम परिणाम मिलता है. उसी दिन सुबह ही मैंने माननीय मुख्यमंत्री जी से बात की थी. രാവിലെ 10:55 പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി ഇറങ്ങിയത്. അവിടെ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക്. ഉരുൾപൊട്ടൽ സർവനാശം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇതിനുശേഷം കൽപ്പറ്റയിലെ പ്രത്യേക ഹെലിപ്പാഡിൽ കൽപ്പറ്റയിൽ നിന്നും റോഡ് മാർഗം ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തിയ നരേന്ദ്രമോദി ബെയിലി പാലത്തിലൂടെ നടന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉരുൾപൊട്ടലിന്റെ തീവ്രതയും വിശദവിവരങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ദുരിതബാധിതരുള്ള ക്യാമ്പിലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും പ്രധാനമന്ത്രി എത്തി. ആശുപത്രിയിലെത്തിയ മോദി ഉരുൾപൊട്ടലിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട അരുൺ ഉൾപ്പെടെ 6 പേരെ കണ്ട് ആശ്വസിപ്പിച്ചു. അത് ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. സംഭവങ്ങൾ പറഞ്ഞു, തോളത്തിട്ട് ആശ്വസിപ്പിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം എന്നൊരു ആശ്വാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെഡിയാവുമെന്ന് വിശ്വസിക്കുന്നു. അവർ ചോദിച്ച് ഞാൻ ഇന്ത്യയിൽ തന്നെ സംസാരിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ അവരുള്ള പറഞ്ഞതിനെല്ലാം തന്നെ ഞാൻ മറുപടി കൊടുത്തു. ഞാൻ എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണെങ്കിൽ ചോദിച്ചു. ശേഷം കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിലും പങ്കെടുത്ത് നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയത്. ടീം 24 വയനാട്.